നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്ടീവ്സ് ഓഫ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വൾണറബിൾ ഗ്രൂപ്പുകളുടെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ സ്ത്രീകളും കുട്ടികളുമാണ് തൊട്ട് മുൻപത്തെ യൂണിറ്റിൽ പഠിച്ചത്. അപ്പൊ ഈ ഒരു യൂണിറ്റിലെ യൂണിറ്റ് 2 മൈനോറിറ്റീസ്, ദളിത്സ് ആൻഡ് ട്രൈബൽസ്, ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങളുടെയും മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ദളിതരും ആദിവാസികളും ഒക്കെ ഒരുപാട് മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് നിരന്തരമായിട്ട് പാത്രമായി കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ ആദിവാസികളും അതുപോലെ തന്നെ ദളിതരും. സാമൂഹികവും അതുപോലെ സാമ്പത്തികവുമായിട്ട് പിന്നാക്കം നിൽക്കുകയും അതുപോലെ ചരിത്രപരമായിട്ട് ചൂഷണത്തിന് വിധേയരായി ജീവിക്കേണ്ടി വന്നവരുമായിട്ടുള്ള വിഭാഗമാണ് നമ്മൾ മേൽപ്പറഞ്ഞ രണ്ട് വിഭാഗങ്ങളും. ഇവരുടെ മനുഷ്യാവകാശ സംരക്ഷണം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങളിലേക്ക്, പ്രത്യേകമായിട്ട് ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളിലേക്കാണ് നമ്മളിനി നോക്കുന്നത്. ദളിതരുടെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശങ്ങൾ. ഒന്നാമത്തേത്, ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം, അതായത് ദളിതർ ഇങ്ങനെ ചൂഷിതരായി ഒരു ചൂഷണത്തിന് വിധേയരായി ജീവിക്കേണ്ടി വന്നതിന്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ഒന്നാമത്തേത് ജാതി വ്യവസ്ഥ തന്നെയാണ്. ജാതി വ്യവസ്ഥയും അതുമൂലം ഉണ്ടായിട്ടുള്ള അസ്പൃശ്യതയും വിവേചനവും ഒക്കെ, തൊട്ടുകൂടായ്മയും വിവേചനവും ഒക്കെ അനുഭവിച്ചിട്ടാണ് അവർക്ക് സമൂഹത്തിന്റെ മുന്നിലേക്ക്, ഉന്നതമായ ശ്രേണിയിലേക്ക് വളർന്നു വരാൻ സാധിക്കാതെ അവരെങ്ങനെ മാറ്റി നിർത്തപ്പെട്ടത്, പാർശ്വവൽക്കരിക്കപ്പെട്ട് നിന്നത്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം, ഭൂമി, തൊഴില് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ പിന്നോക്കാവസ്ഥ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ഈ സാമൂഹിക ബഹിഷ്കരണം കൊണ്ടാണ് അവര് ഈ ഒരു അവസ്ഥയിലേക്ക് താഴ്ന്നു പോയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഭരണഘടനയുടെ ഉത്തരവാദിത്വമായിട്ട് തന്നെ കണ്ടുകൊണ്ട് നമ്മുടെ ഭരണഘടനാ ശില്പികള് കൃത്യമായിട്ട് അതിനുവേണ്ട പ്രൊവിഷൻസ് നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം എന്തൊക്കെയാണ് നൽകുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത്, നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. അതായത് എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെന്റ്, നിയമത്തിന്റെ മുന്നിലാണെങ്കിലും മറ്റ് സാമൂഹികമായിട്ടൊക്കെ തുല്യ പരിഗണന എല്ലാ വിഭാഗങ്ങൾക്കും, എല്ലാ വൾണറബിൾ ആയിട്ടുള്ള വിഭാഗങ്ങൾക്കും തുല്യ പരിഗണന അവിടെ ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം സ്ത്രീകളും കുട്ടികളും ദളിതരും എല്ലാവരും ഈ ഒരു ആർട്ടിക്കിളിന്റെ പരിഗണനയ്ക്ക് ഉള്ളില് വരുന്നവരാണ്. ദെൻ ആർട്ടിക്കിൾ 15 ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവേചനം നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ആർട്ടിക്കിൾ 17. അതായത് അസ്പൃശ്യത നിരോധനം, തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി, അയിത്തം നിരോധിക്കുന്ന, അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്, വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അപ്പൊ ഇതില് അയിത്തത്തിന്റെ എല്ലാ ഫോംസിലുള്ള ആചരണങ്ങളും, അത് മാറ്റി നിർത്തലുകള്, തൊട്ടുകൂടായ്മ, ഒരു പൊതു വസ്തു ഉപയോഗിക്കുക, ഇപ്പൊ പൊതു കിണറുകള്, പൊതുകുളങ്ങള്, പൊതു സ്നാനഘട്ടങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്നൊക്കെ ഇത്തരം വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നതെല്ലാം പ്രിവെന്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 46 ദളിതരുടെ വിദ്യാഭ്യാസവും സാമ്പത്തികവുമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. ഇനി ഇതിന് പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ, നമ്മുടെ ഈ ദളിതരെയും അതുപോലെ തന്നെ ട്രൈബൽസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില നിയമങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഒന്നാമത്തേത്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. 1989 പാസ്സായിട്ടുള്ള ഒരു നിയമമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അട്രോസിറ്റീസ്, അതിക്രമങ്ങള് ഒഴിവാക്കുന്ന, അതിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന നിയമമാണ് 1989 ഇത് പാസ്സാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഒക്കെ നമുക്ക് നിലവിലുണ്ട്. ഇത്തരം വിഭാഗങ്ങളുടെ പ്രശ്നങ്ങള്, പ്രത്യേകമായിട്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നയം എന്ന് പറയുന്നത് റിസർവേഷനുകളാണ്. വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും ഒക്കെ അതുപോലെ രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് സംവരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ജാതീയമായ വിവേചനങ്ങള്, അതിക്രമങ്ങള്, സാമ്പത്തികവും അതുപോലെ സാമൂഹികവുമായിട്ടുള്ള അവഹേളനങ്ങള്, ഇനി ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങള്, ഇതൊക്കെയാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം. ഇനി മറ്റൊന്ന് ഭൂമിയിൽ നിന്നുള്ള ഏലിയനേഷനാണ്, അട്ടിയകറ്റപ്പെടുന്ന അവസ്ഥ. അതുപോലെ ഒരു സോഷ്യൽ ഗ്യാപ്പ്, സാമൂഹിക അകലം, സാമൂഹിക വിടവ് അവര് അനുഭവിക്കുന്നുണ്ട്. ഇനി ആദിവാസികളുടെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവര് പരമ്പരാഗതമായിട്ട് ഉള്ള ഒരു ജീവിത രീതിയായിരിക്കും ഇത്തരം വിഭാഗങ്ങൾ അനുവർത്തിച്ചു പോരുന്നത്. ഇവര് വനത്തെ ഒക്കെ ആധാരമാക്കി അല്ലെങ്കിൽ അല്പം കാടിന്റെ ഒക്കെ ഇന്റീരിയർ ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ഇവർ ജീവിക്കുന്നത്. അപ്പൊ അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സാംസ്കാരിക തനിമയുണ്ട്. അത് നിലനിർത്തി ജീവിക്കാനുള്ള ഒരു അവകാശം കൂടി ഇവർക്ക് ഗോത്രവർഗങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഭരണഘടനാപരമായിട്ടുള്ള പ്രധാനപ്പെട്ട സംരക്ഷണങ്ങൾ എന്ന് പറയുന്നത് 5th ഷെഡ്യൂള്, ആദിവാസി പ്രദേശങ്ങളുടെ ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 6ാമത്തെ പട്ടികയുണ്ട്. 5ാമത്തെ പട്ടികയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പട്ടിക തന്നെയാണ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 6ാമത്തെ പട്ടിക എന്ന് പറയുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, നമുക്കറിയാം നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്വയംഭരണാവകാശം ഒക്കെ ഉറപ്പു നൽകുന്ന ഈ മേഖല, ഇപ്പൊ ജാർഖണ്ഡ് ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു മേഖല അറിയപ്പെടുന്നത് തന്നെ ആദിവാസി ഭൂമി എന്ന പേരിലൊക്കെയാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക്, സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണ അവകാശങ്ങൾ നൽകുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 6th ഷെഡ്യൂള് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ആർട്ടിക്കിൾ 244 പ്രത്യേക ഭരണ സംവിധാനം ഉറപ്പുവരുത്തുന്നു. ഇനി പ്രധാനപ്പെട്ട മറ്റു നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് റെക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് എന്ന് 2006 പാസ്സായിട്ടുള്ള നിയമമാണ്. അതായത് പരമ്പരാഗതമായിട്ട് വനപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ, വനപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ആളുകൾക്ക് അവിടെ വനത്തിൽ വെച്ച് തന്നെ അവരെ പ്രൊട്ടക്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അധിവാസ മേഖല സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് 2006 ഇത് പാസ്സാക്കുന്നത്. ദെൻ പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട് 1996, ഇതാണ് പെസ എന്ന നിയമം. അതായത് പഞ്ചായത്തുകളില് ഷെഡ്യൂൾഡ് ഏരിയ, ഇതിനോട് അനുബന്ധമായിട്ടാണ് റിസർവേഷനെ കുറിച്ചൊക്കെ ഉള്ള സംസാരം, അല്ലെങ്കിൽ റിസർവേഷനെ കുറിച്ചൊക്കെയുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഈ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കമ്മീഷൻ ഉണ്ട്, ദേശീയ കമ്മീഷൻ ഉണ്ട്. ഇവരനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വനാവകാശ ലംഘനവും അതുപോലെ തന്നെ കുടിയൊഴിപ്പിക്കല്, വനത്തിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് അവർ നേരിടുന്നുണ്ട്. അതുപോലെ വികസന പദ്ധതികളുടെ പേരിൽ അവർക്ക് ഭൂമി നഷ്ടം വരുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ അവർക്ക് നിഷേധിക്കപ്പെടുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഭരണഘടനാപരമായിട്ട് ഒരുപാട് സംരക്ഷണ മാർഗങ്ങൾ ഇവർക്ക് ഉണ്ട്. എങ്കിലും അവരിന്ന് അനുഭവിക്കുന്ന ഈ പിന്നോക്കാവസ്ഥയുടെ ഒരു കാരണം എന്ന് പറയുന്നത് വേണ്ടത്ര അവബോധം ഈ വിഭാഗങ്ങൾക്ക് ഇല്ലാതെ ആവുകയും അവർ ഈ പറയുന്ന സംരക്ഷണങ്ങളും അതുപോലെ അവരുടെ റിസർവേഷനും ഒന്നും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താത്തതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.